എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വില്ലകളാണ്. ഒരു 3ഓളം വില്ലകൾ നമുക്ക് ഇവിടെ സെയിലിനായിട്ടുണ്ട്. ടോട്ടൽ 14 വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്റ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം 2020 പഞ്ചായത്തിന്റെ അണ്ടറിലാണ് ഈ കാണുന്ന വില്ലകളെല്ലാം തന്നെ വരുന്നത്. നിങ്ങളിപ്പോൾ നേരെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ മെയിൻ റോഡാണ്. അപ്പോൾ മെയിൻ റോഡ് നിങ്ങൾക്കറിയാം ബസ് റൂട്ടാണ് അത് ആക്ച്വലി. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബസ് റൂട്ടിൽ ബസ് ഇറങ്ങി നടന്നു വരാനുള്ള ദൂരം മാത്രമാണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ളത്. 14 വില്ലകളുള്ള നല്ലൊരു വില്ല പ്രൊജക്റ്റാണ്. നല്ല കമ്മ്യൂണിറ്റിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പം ഇതിന് വില്ലകളുടെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മെയിൻ റോഡ് നേരെ കയറുന്നത് നമ്മുടെ ഈ വില്ലകളിലേക്കാണ്. എല്ലാം ഇന്റർലോക്കിംഗ് ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 3 വീടുകളാണ് സെയിലിനുള്ളത്. അതിനകത്ത് ഒരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾ ഇവിടുത്തെ വില്ലകളുടെ ആ ഒരു അറ്റ്മോസ്ഫിയറും ഈ വീടിന്റെ എലിവേഷനും ഒക്കെ കാണുമ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് വെറും 13 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നോക്കുവാണെങ്കിൽ 21 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഒരു കേബിളുകളൊക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിന്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അകത്തുള്ള സ്വിച്ചസ് എല്ലാം തന്നെ GM-ന്റെ ആണ്. പൈപ്പ് ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ സുപ്രീമിന്റെയും, ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ സെറയിലുമാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഓറിയന്റിന്റെയാണ്. നമുക്ക് ഇവിടുത്തെ ടൈല് നോക്കുവാണെന്നുണ്ടെങ്കിൽ സൊമാനയുടെയാണ് ടൈൽ യൂസ് ചെയ്തിരിക്കുന്നത്. പെയിന്റുകളൊക്കെ ആണെങ്കിൽ ഏഷ്യൻ പെയിന്റ്സിന്റെ ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അത്യാവശ്യം എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ 3 ഫേസ് കണക്ഷൻ വരുന്നുണ്ട്. ടാങ്ക് നോക്കുവാണെങ്കിലും ഓട്ടോമാറ്റിക് ഫില്ലിംഗ് സിസ്റ്റം ഉള്ള ടാങ്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാം കൊണ്ടും നല്ല രീതിയിൽ ക്വാളിറ്റി ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത്. 3.53 ആണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. അപ്പൊ ഈ വില്ലകളുടെ ഫ്രണ്ടിലൂടെയുള്ള റോഡ് ഞാൻ പറഞ്ഞു ഇതുപോലെ ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് വീടിന്റെ മെയിൻ ആ ഒരു മതിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ കാണാം ഡിസൈനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ജിയുടെ ആ ഒരു സ്ക്വയർ ട്യൂബിന്റെ ഡിസൈനുകളൊക്കെ വരുന്നുണ്ട്. അല്ലാതെ കാണുന്ന 3 പോർഷനുകളിൽ നമുക്ക് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റിന്റെ ഒരു സൈഡ് നോക്കുവാണെങ്കിൽ കാണാം കംപ്ലീറ്റ്ലി സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിൽ ലേസർ കട്ട് ഡിസൈനോട് കൂടിയിട്ടാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത സൈഡ് നോക്കുവാണെങ്കിൽ ഒരു സൈഡ് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടു. ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകൾ വരുന്നുണ്ട്. മെയിൻ ആയിട്ട് ഒരു വൈറ്റ് കളർ പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ നോക്കിയാൽ ഒരു വുഡൻ ഡിസൈൻ വരുന്ന ടൈലുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ കാർ പോർച്ചാണ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിന്റെ അണ്ടറിൽ നമുക്ക് ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു വീട്ടിൽ നമുക്ക് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചാണ് കിട്ടുന്നത്. നമുക്ക് ഒരു വലിയ കാറിന് തന്നെ അത്യാവശ്യം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു കാർ ഇവിടെയും പാർക്ക് ചെയ്യാം. അത് കൂടാതെ 2 വീലേഴ്സ് ഒക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് സൈഡിലായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. 2 വീലേഴ്സ് പാർക്ക് ചെയ്യാൻ നമുക്ക് ചെടിച്ചട്ടികളൊക്കെ വെക്കാനൊക്കെ ആയിട്ട് ആ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ സ്പേസ് കിട്ടുന്നുണ്ട്. കവേർഡ് ആയിട്ടുള്ള ഈ ഒരു പോർച്ച് ഏകദേശം പകുതിയോളം തന്നെ വരുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ 2 വീലറൊക്കെ വെക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. വീടിന്റെ നേരെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതിന്റെ 2 സൈഡിലൂടെയും ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ കാണുന്ന വീടിന്റെ പാർക്കിംഗ് ഏരിയയും മുറ്റവും എല്ലാം തന്നെ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. അതിനിടയിൽ നമുക്കിനി ഗ്രാസിന്റെ വർക്കുകൾ മാത്രമാണ് ചെയ്യാനായിട്ടുള്ളത്. ബാക്ക് സൈഡിലേക്ക് കടന്നു പോകുന്ന വഴിയൊക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വീടിന്റെ റൈറ്റ് സൈഡിലേക്കാണ് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. പോകുന്ന വഴിക്ക് നോക്കിയാൽ കാണാം ഒരു വോളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകൾ വരുന്നുണ്ട്. അവിടെയൊക്കെ ആയിട്ട് സ്പോട്ട് ലൈറ്റുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ വെള്ളത്തിനുള്ള ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ KWയുടെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി കാണാം. നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വാട്ടറിന്റെ മീറ്റർ എല്ലാം കാണാം. KWയുടെ കണക്ഷനും അതുകൂടാതെ നമുക്കിവിടെ കിണർ വെള്ളവും കൂടിയാണ് ഉള്ളത്. അപ്പോൾ 2 ടൈപ്പ് വാട്ടർ നമുക്കിവിടെ അവൈലബിൾ ആണ്. ലെഫ്റ്റ് സൈഡ് ചെന്ന് എൻഡ് ചെയ്യുന്നത് വർക്ക് ഏരിയ സ്പേസിലാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. വൈറ്റ് കളറുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ബോർഡർ ലൈൻ ആയിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ മുകളിലായിട്ട് ഒരു ഷോ ലൈറ്റ് കാണാം. അതുകൂടാതെ വീട് കംപ്ലീറ്റ് ആയിട്ടും മുകളിലെ റൂഫിലൊക്കെ നോക്കിയാൽ ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞിരുന്നു 3.53 സെന്റാണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. 1854 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ ആണ് നിങ്ങൾ കാണുന്നത്. മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് മെയിനായി മഹാഗണിയിലൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് വീടിന്റെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്കിനകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലാണ്. നേരെ ഫ്ലോറിൽ നോക്കിയാൽ കാണാൻ, ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു, സൊമാനിയുടെയാണ് ടൈൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ നല്ല പ്യുവർ ആയിട്ടുള്ള വൈറ്റ് കളറാണ് ടൈല് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു വോളിൽ ഒരു സിംഗിൾ വിൻഡോയും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ നമുക്ക് ഡോർ തുറന്ന് വരുമ്പോൾ കാണുന്നത് TV വെക്കാനുള്ള സ്പേസ് ആണ്. ആ വോളിൽ നോക്കിയാൽ കാണാൻ താഴെ കുറച്ച് കബോർഡുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു വോളിലായിട്ടാണ് നമുക്ക് TV വെക്കാനായിട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കിയാൽ കാണാം ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നല്ലൊരു CNC കട്ടിങ്ങിന്റെ ഡിസൈൻ ആണ് ഇവിടെ സെപ്പറേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് നേരെ റൈറ്റ് സൈഡിലായിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകളിലൊക്കെ വിരിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ മുകൾ വശം വരെ കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പിന് താഴെ വരുന്ന ഭാഗം ഇപ്പോൾ ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ആ ഏരിയ ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ആണ്. നമുക്കൊരു 8 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ലെങ്തി ആയിട്ടുള്ള ഡൈനിങ് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം 3 വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു സൈഡിലായിട്ട് സിംഗിൾ വിൻഡോയും അതുകൂടാതെ വേറെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന്റെ റൂഫിൽ നോക്കിയാലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ്. ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കണ്ടു, ഡൈനിങ് കണ്ടു. ഡൈനിങ് ഹാളിൽ നമുക്ക് വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സെറയുടെയാണ് യൂണിറ്റ് വരുന്നത്. മുകൾ ഭാഗത്തും താഴെയും കബോർഡ് ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ആ ഒരു ഇതിരിക്കുന്ന ഭാഗം, അപ്പൊ നമുക്ക് ആ ഒരു വാഷ് ഏരിയയുടെ വാഷ് ബേസിൻ വെച്ചിരിക്കുന്ന ഭാഗം നോക്കിയാൽ ഗ്രാനൈറ്റിന്റെ പീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 3 ബെഡ്റൂമിന്റെ വീടാണ്. നമുക്ക് ഇവിടെ താഴെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മുടെ ഈ കാണുന്ന ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ്. വൈറ്റ് കളർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസും ഈ ഭാഗത്ത് 2 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ആ ഒരു വുഡൻ കളറും ഗ്രേ ഷെയ്ഡും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിനകത്ത് തന്നെ നമുക്ക് ആ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൂടി കിട്ടുന്ന രീതിയിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. മൾട്ടി വുഡിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിൽ നോക്കിയാലും കാണാം സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ്. ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ബാത്റൂമിനകത്ത് നമുക്ക് ചെറിയൊരു ലൈറ്റിന്റെ ഒരു വെളിച്ചക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കുമെന്ന് കരുതുന്നു. ഈ ഒരു ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ സെറയുടെയാണ് യൂണിറ്റ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ പ്രത്യേകത പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് 2020 പഞ്ചായത്തിന്റെ അണ്ടറിൽ. പിന്നെ നമുക്ക് ബസ് റൂട്ട് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു ഓട്ടോ പോലും വിളിക്കേണ്ട. നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഒരു 10 ഫീറ്റ് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ മെയിൻ റോഡിലേക്ക് ബസ് റൂട്ടിലേക്കാണ് ചെല്ലുന്നത്. ഹോസ്പിറ്റലുകളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും എല്ലാ സൗകര്യങ്ങളുമുള്ള സ്ഥലമാണ് കിഴക്കമ്പലം 2020 പഞ്ചായത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു വീട് സ്വന്തമാക്കാൻ നല്ലൊരു റേറ്റിൽ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. അപ്പൊ ഇനി നമ്മൾ ഇവിടുത്തെ ഒരു ബെഡ്റൂം കണ്ടു. നമുക്ക് ഇവിടുത്തെ കിച്ചൺ ആണ് കാണാനുള്ളത്. ഇതുപോലെ ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എങ്കിലും നമുക്കതൊരു ഡോറ് കൊടുത്ത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പലരുടെയും ഒരു കൺസേൺ ആണ് നമ്മുടെ കിച്ചണിനകത്ത് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്പേസ് ഇല്ല എന്നുള്ളത്. നമുക്ക് ഈ കിച്ചണിൽ ഫ്രിഡ്ജ് വെക്കാൻ മാത്രമായിട്ടൊരു സ്പേസ് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. പുറത്തേക്ക് ഒട്ടും സ്പേസ് പോകാത്ത രീതിയിൽ ഫ്രിഡ്ജ് വെക്കാനായിട്ടാണ് നമുക്ക് ഇവിടെ ഒരു സ്പേസ് കിട്ടുന്നത്. കിച്ചണിൽ നമുക്കൊരു 3 പേർക്ക് വരെ നിന്ന് മാനേജ് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. കിച്ചണിന്റെ ആ ഒരു ടൈലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സറൗണ്ടിങ്സ് എല്ലാം വന്ന് വൈറ്റ് കളറും ടോപ്പ് വന്നിട്ട് ആ സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലുമാണ്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അവിടെ 3 വിൻഡോസും ഇവിടെ ഒരു സിംഗിൾ വിൻഡോയും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ അത് മൾട്ടിവുഡ് തന്നെ PVC ഫ്ലോറിംഗ് ലാമിനേഷൻ ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കളർ നോക്കുവാണെങ്കിൽ വെരി ലൈറ്റ് ഗ്രീൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ റൂഫിലൊക്കെ ആണെങ്കിലും ആവശ്യത്തിനുള്ള വർക്കുകളില്ല, പക്ഷെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്നുള്ള ഈ ഒരു ഡോർ നമ്മൾ തുറന്നു വരുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. കംപ്ലീറ്റ് ആയിട്ട് പോളി കാർബൺ ഷീറ്റ് ഉപയോഗിച്ച് കവർ ചെയ്തിരിക്കുകയാണ്. 2 ഡോറുകൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നമുക്ക് ഒരു സിങ്ക് ഒക്കെ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ ഭാഗത്തായിട്ടാണ് ചെറിയൊരു സ്ലാബ് കൂടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് അയൺ ബാറുകൾ ഇട്ടിട്ടാണ് സേഫ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. മുകളിലെല്ലാം ആ ഒരു വുഡനാണ് കൊടുത്തിരിക്കുന്നത്. നേരെ കയറി വരുന്ന സമയത്ത് ആ ഒരു വലിയ വോളിൽ നമുക്കൊരു വലിയ ഓപ്പണിംഗ് തന്നെയാണ് കിട്ടുന്നത്. സേഫ് ആയിട്ട് ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് ആ ഒരു ഏരിയ കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി നമ്മൾ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ഹാളിലാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഹാളിൽ വിൻഡോസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 2 സൈഡിലായിട്ടാണ് വിൻഡോസ് വരുന്നത്.
ഇതിന്റെ റൂഫിൽ നോക്കിയാലും കാണാം അത്യാവശ്യത്തിനുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. ഈ ഒരു ഹാളിൽ നിന്ന് നമുക്ക് രണ്ട് ഓപ്പണിങ്സ് ആണ് കിട്ടുന്നത്. ഒന്ന് ബാൽക്കണിയിലേക്കും ഒന്ന് യൂട്ടിലിറ്റി സ്പേസിലേക്കുമാണ് വരുന്നത്. നമുക്ക് ആദ്യം ഒന്ന് യൂട്ടിലിറ്റി സ്പേസ് തന്നെ കണ്ടു നോക്കാം. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിലാണ് യൂട്ടിലിറ്റി സ്പേസ് ചെയ്തിരിക്കുന്നത്. സേഫ് ആയിട്ട് തന്നെയാണ് നമുക്ക് അയൺ ഡോറുകളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡോർ ഓപ്പൺ ചെയ്താൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് നേരെ ഫേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ വരുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഔട്ടർ ഫ്രെയിം ഇട്ടിട്ട് അതിനകത്ത് ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് നല്ല സ്പേസ് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് ബാൽക്കണി വരുന്നത്. മുകളിൽ മിഡിലായിട്ട് നമുക്കൊരു ലൈറ്റ് ഫിറ്റിംഗും കാണാവുന്നതാണ്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ രണ്ട് ബെഡ്റൂമുകളാണ്. ഈ ഒരു സ്റ്റെപ്പ് കയറി ഇവിടെ വരുന്ന സമയത്ത് എന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് രണ്ട് ബെഡ്റൂമുകൾ വരുന്നത്. നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ സ്റ്റെപ്പ് കയറി വന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. എന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് നമുക്ക് ഇവിടുത്തെ രണ്ട് ബെഡ്റൂമുകൾ വരുന്നത്. ഈ മുകളിലത്തെ നിലയിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് നോക്കാം. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12-11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ചുറ്റിലും നിങ്ങൾക്ക് വിൻഡോസ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ വാർഡ്രോബ് വിത്ത് ആ ഒരു ഡ്രസ്സിംഗ് ടേബിളോട് കൂടിയിട്ട് ആ ഒരു ഭാഗത്തായിട്ടാണ് ലൈറ്റ് ഗ്രേ ആൻഡ് വുഡൻ കളർ തന്നെയാണ് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും ആവശ്യത്തിനുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുമ്പോൾ ഗ്രേ കളറാണ് ടൈലുകൾക്കൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ബാത്റൂം നോക്കുവാണെങ്കിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ചെയ്തുകൊണ്ടിട്ടാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്നിറങ്ങി നേരെ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും സൈസ് കൂടിയ ബെഡ്റൂം ഇത് തന്നെയാണ്. 13-11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് കാണാം. അതുകൂടാതെ ഇവിടെ 2 വിൻഡോസുമായിട്ടാണ് കോർണർ ഭാഗത്തായിട്ട് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടൊരു വാർഡ്രോബ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിനോടുകൂടി ഡ്രസ്സിംഗ് ടേബിളും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെങ്കിലും നേരത്തെ കണ്ട റൂമുകളിലെ പോലെ നല്ല രീതിയിൽ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. അതുകൂടാതെ നമുക്കൊരു സെപ്പറേറ്റ് ഏരിയ എങ്ങോട്ട് മാറിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് ഒരു മിറർ ഉണ്ട്. താഴെയൊക്കെ ആയിട്ട് നമുക്ക് കബോർഡ് ഫെസിലിറ്റികളും കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും നമുക്ക് ചെറിയൊരു പവറിന്റെ ലൈറ്റിന്റെ ഒരു ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്തെല്ലാം തന്നെ ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് ഡാർക്ക് ഗ്രേ കളറിലുള്ള ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് 2 ഓപ്പണിങ്സ് കിട്ടുന്നുണ്ട്. അത് പക്ഷേ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതിനുള്ളിലെല്ലാം തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സും വരുന്നുണ്ട്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം 2020 പഞ്ചായത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. 14ഓളം വില്ലകളാണ് ഈ പ്രൊജക്ടിനകത്ത് വരുന്നത്. നമുക്ക് ഇതിനകത്ത് 3 വില്ലകളും കൂടിയാണ് സെയിലിനുള്ളത്. മെയിൻ റോഡിന് വളരെ അടുത്താണ്. നമ്മുടെ ഈ വില്ലകളിൽ നിന്നും ഒരു 10 ഫീറ്റ് നമ്മൾ നടന്നു കഴിഞ്ഞാൽ 10 ഫീറ്റ് വെച്ച് കഴിഞ്ഞാൽ നേരെ എത്തുന്നത് ബസ് റൂട്ടിലേക്കാണ്. എല്ലാ സൗകര്യങ്ങളും അടുത്തുള്ള സ്ഥലമാണ് 2020 എന്ന് പറയുന്നത്. ഇന്ന് പരിചയപ്പെട്ട വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 3.53 3.53 ആണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. 1854 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 1854 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 3 ബെഡ്റൂമുകളിലായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ കാർ പോർച്ചിൽ ഒരു കാറിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസും അതുകൂടാതെ 2 വീലർ വെക്കാനുള്ള സ്പേസുമാണ് കിട്ടുന്നത്. നമുക്ക് ഇവിടെ വെള്ളത്തിനായിട്ട് നോക്കുവാണെങ്കിൽ കിണറുണ്ട്. അതുകൂടാതെ KWയുടെ വാട്ടറും ഉണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന റോഡിനോട് വളരെ അടുത്ത് വരുന്ന ഈ കാണുന്ന വിലയ്ക്ക് ഉദ്ദേശിക്കുന്ന പ്രൈസ് 61 ലക്ഷം രൂപയാണ്. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം നമുക്ക് പല രീതിയിൽ പ്രൈസ് ഇടാം. ഇതിന് കറക്റ്റ് ആയിട്ടുള്ള പ്രൈസ് ആണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപാടൊന്നും നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. 61 ലക്ഷം എന്നുള്ള പ്രൈസ് നമുക്ക് ഓണറുമായി സംസാരിച്ച് ചെറിയ രീതിയിലൊക്കെ നെഗോസിയേഷൻസ് കിട്ടുന്നതാണ്. ഈ ഭംഗിയുള്ള വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഒട്ടും ഡിലേ ആക്കരുത്. 2020 പഞ്ചായത്തിൽ ഈ റേറ്റിൽ ഒരു വീട് വന്നു കഴിഞ്ഞാൽ എപ്പോൾ സെയിലായി എന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിളിച്ചോളുക. നല്ലൊരു വീടാണ്. നമുക്ക് ഡിസ്കൗണ്ട് റേറ്റോട് കൂടിയിട്ട് ഈ വീട് സ്വന്തമാക്കാം. അതുകൂടാതെ തന്നെ ലോൺ ഫെസിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് അതുകൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.